ഞാൻ മാധവൻപിള്ള, വയസ്സ് 68. ഞാൻ തൃശ്ശൂർ വന്നിട്ട് 38 വർഷമായി. ഞാൻ 30 വർഷം സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 12 വർഷമായി. പ്രധാനമായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയ ബുദ്ധിമുട്ട് തൃശ്ശൂരിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കുകൾ, റൗണ്ടിലെ ട്രാഫിക് സംവിധാനം ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തീർച്ചയായും ഒരു ഓൾട്ടർനേറ്റ് ഹോം, എവേ ഫ്രം ഹോം വേണമെന്നുള്ള ഒരു തോന്നലുണ്ടായി. ഒരു പുതിയ സ്ഥലം അക്വയർ ചെയ്ത് അതിനകത്ത് ഇതിനേക്കാളും സൗകര്യമുള്ള ഒരു ബിൽഡിംഗ് വെക്കുന്നതിനോട് ആരും അനുകൂലിച്ചില്ല. കാരണം നമ്മൾ സീനിയർ സിറ്റിസനായി കഴിഞ്ഞു, ഒരു ചേഞ്ച് വേണം. അപ്പോൾ തന്നെ എന്നാൽ ഒരു അപ്പാർട്ട്മെൻ്റ് ആയാലോ, ഒരു വീടിന് പകരം ഒരു അപ്പാർട്ട്മെൻ്റ് ആയാൽ എന്താണെന്ന് തോന്നിയിട്ടുണ്ട്. മക്കൾ അതിനെ അനുകൂലിച്ചു. അങ്ങനെ ആയപ്പോഴാണ് നമ്മുടെ സ്കൈലൈൻ വിസ്താരയെക്കുറിച്ച് അറിയാനിടയായി. ഞാൻ ക്രീഡായി പ്രോപ്പർട്ടി എക്സ്പോയിലൊക്കെ പോയി ഞാൻ ഈ ലൊക്കേഷനും ഒക്കെ കണ്ടപ്പോൾ വിസ്താരത്തിനാകട്ടെ, അതിപ്പോൾ പിന്നെ 15 സ്റ്റോറിയുടെ ബിൽഡിംഗാണ്, അതിൽ ഏത് വേണം. അപ്പം മകളാണ് പറഞ്ഞത് ഒരു ഐഡിയൽ നമ്പർ ഇരിക്കട്ടെ, നമ്പർ 10. കിഴക്കോട്ട് ദർശനമുള്ള ഒരെണ്ണം ഓപ്റ്റ് ചെയ്തു. അതിൻ്റെ പണികളൊക്കെ ഞാൻ സാഹൂതം വീക്ഷിച്ചുകൊണ്ട് വരികയാണ്. 2027 ഒക്ടോബർ 30 താക്കോൽ കൈമാറും. പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പണിങ് കൂട്ടല്ലൂർ റോഡാണ്. നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡിലേക്കോ റൗണ്ടിൽ പ്രവേശിക്കാതെ തന്നെ ഒരു ബ്ലോക്കും കൂടാതെ തന്നെ വേറെ എത്തിപ്പെടാൻ വേറെ വഴിയുണ്ട്. പിന്നുള്ളത് ഹൈവേ തൊട്ടടുത്താണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ തൃശ്ശൂർ ഏറ്റവും വലിയ മാളായിട്ടുള്ള ഹൈലൈറ്റ് മാളുണ്ട്. തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ്. വൈദ്യസഹായം നമുക്ക് പലപ്പോഴും ആവശ്യമായി വരുമല്ലോ.